ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ പട്ടാളം ജാനകി പണി ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ജാനൂട്ടി റൂമിലേക്ക് വന്നു. നമ്മുടെ പ്രഭയുടെയും കാഞ്ചനയുടെയും റൂമിലേക്ക് വരികയാണ്. വന്നിട്ട് ആ ഡ്രാഗനെ കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ. മീനു ആൻറ്റീനെ കരയിപ്പിച്ചതിന് 2 പേർക്കും ഒരു ചെറിയൊരു പണി കൊടുക്കാം. പേടിച്ച് വീട് വിട്ട് രണ്ടും കൂടെ ഓടണം, പോയിക്കണം രണ്ടിനെയും എന്ന് തീരുമാനിച്ച് കട്ടിലിനടിയിലേക്ക് കൊണ്ടുവച്ചു ഡ്രാഗനെ. എന്നിട്ട് ജാനൂട്ടി ചെന്ന് നോക്കുകയാണ് അവർ വരുന്നുണ്ടോ എന്ന്. അവർ വരുന്നില്ല എന്ന് ഉറപ്പായ ശേഷം വേഗം തന്നെ പോയി ഈ കർട്ടൻ്റെ പുറകിൽ മറഞ്ഞു നിന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കാഞ്ചനയും അതുപോലെ തന്നെ പ്രഭയും കൂടെ എത്തി. അപ്പോൾ ഒരു റൂമിൻ്റെ വാതിലടച്ചിട്ട് കിടക്കാനായിട്ട് കയറിയിരിക്കുകയാണ്. അല്ല, അമ്മയ്ക്ക് ഇത്രയും പറഞ്ഞിട്ട് കലി അടങ്ങിയില്ലെന്ന് തോന്നുന്നു. ഇല്ലടി, അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ എൻ്റെ കലി അടങ്ങുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണം. ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാവും. ഈ വീടിന് അവളെ ഞാൻ വലിച്ചിറക്കി വാതിലടയ്ക്കും എന്നൊക്കെ പറയണം. എന്തായാലും അമ്മ ഇപ്പോൾ തൽക്കാലം കിടക്കാൻ നോക്കുക, ബാക്കിയൊക്കെ നമുക്ക് നാളെ ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന കിടന്നു. അപ്പോൾ പ്രഭയും രണ്ടുപേരുടെ കിടന്നു. നല്ല ഉറക്കം പിടിച്ചു എന്ന് ഉറപ്പായ ശേഷം മാത്രമാണ് നമ്മുടെ പട്ടാളം ജാനൂട്ടി പണി ഏൽപ്പിച്ചത്. അപ്പം അങ്ങനെ നോക്കി എന്നിട്ട് അതിൻ്റെ റിമോട്ട് കൺട്രോൾ അങ്ങോട്ട് ഓൺ ചെയ്തു. അപ്പോൾ ഈ ഒച്ച കേട്ട് പേടിച്ച് പേരണ്ടാണ് എണീറ്റത്. അയ്യോ, ഇതെവിടുന്ന ഈ ശബ്ദം കേൾക്കുന്നത്? എന്താ ഈ ശബ്ദം? ഒന്നും മനസ്സിലാവണില്ലല്ലോ. അയ്യോ, ഒന്നും നോക്കിയിട്ട് കാണില്ലല്ലോ. അമ്മേ, ഇതാരും മുറിക്കകത്ത് ബോംബ് വെച്ചിട്ടുണ്ട് എന്ന് ഉടനെ കാഞ്ചന പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജാനൂട്ടി മുഖം പൊത്തിപ്പിടിച്ച് ചിരിക്കാട്ടോ. ഇത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ഇതൊക്കെ ടൈം ബോംബിൻ്റെ പോലെയാണല്ലോ തോന്നണത്. അയ്യോ എൻ്റെ പൊന്നോ, രക്ഷിക്കണേ, അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് രണ്ടുകൂടെ. അപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഓട്ടം കണ്ടിട്ട് നമ്മുടെ ജാനൂട്ടിയാണെ ചിരി സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അല്ലറി വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇവർക്ക് രണ്ടുപേരും എന്തൊച്ച ഉണ്ടാക്കിയാലും ആരും നോക്കരുതെന്ന് മുത്തശ്ശൻ പറഞ്ഞേക്കണം എന്ന്. അപ്പം നേരത്തെ തന്നെ മുൻകൂട്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മുടെ ജാനൂട്ടി പണി ഏൽപ്പിച്ചത്. അപ്പം ഫ്രണ്ട് വാതിൽ ഇങ്ങനെ തുറന്നിട്ടിരിക്കുകയാണ്. നേരെ വച്ച് പിടിച്ച് നേരെ പുറത്തോട്ടിറങ്ങി ഓടി ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും ഓടുന്ന സമയത്ത് അതെ എന്ന് വിളിച്ചു. അപ്പോൾ രണ്ടുപേരും അവിടെ നിന്നു. അവിടെ നിൽക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവരവിടെ നിന്നു. അത് ബോംബൊന്നും അല്ല കേട്ടോ, അതെ അതെൻ്റെ ടോയ്യാ എന്ന് പറഞ്ഞു. ആ പാക പേടിച്ച് പറിച്ചു. എടി നിന്നെ ഞാൻ എന്ന് പറഞ്ഞു. കൊച്ചേ, ഓ പേടിപ്പിച്ച ആളെ കൊല്ലാൻ നോക്കുകയാണോ കൊച്ചേ? മീനു ആൻറ്റിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞതല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇതിനിപ്പോൾ തൽക്കാലം പുറത്ത് തന്നെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജാനൂട്ടി ഒരു പണി ഒപ്പിച്ചു. പുറത്തിറക്കിയിട്ട് അതേണ്ട നേരെ വാതിലങ്ങ് അടച്ച് കുറ്റിയിട്ടു. രണ്ടിനെയും പുറത്തിറക്കി വിട്ടു. വാതിലടച്ചിട്ട് അപ്പുറത്ത് ജാനൂട്ടി നിൽപ്പുണ്ട്, ഇപ്പുറത്ത് ഇവർ പുറത്ത് മിറ്റത്തിറക്കി വിട്ടിട്ട് കാത കടക്കുകയും ചെയ്തു കേട്ടോ. ആര് തുറക്കാനാ? ഇവരിങ്ങനെ തട്ടിയും മുട്ടിയും നോക്കി, എന്നിട്ട് ആരും തുറക്കുന്നില്ല. അവളെല്ലാവരും അവളുടെ ആൾക്കാരാ, പിന്നെ എങ്ങനെ തുറക്കാനാ? നമ്മൾ ഇത്രയും ഒച്ച വെച്ച് നിലവിളിച്ച് കരഞ്ഞിട്ടും ആരും എത്തിയില്ലല്ലോ. എല്ലാവരും കൂടെ ചേർന്ന് മനഃപൂർവ്വം തന്ന പരിപാടി തന്നെയാണ് ഇത്, മനസ്സിലായില്ലേ? പൊട്ടാളം ജാനകി അവകയും വെച്ചിട്ടുണ്ട്. അവള് കേൾക്കണ്ട, അവളുണ്ടല്ലോ ഒറിജിനൽ സാധനം നിനക്കിട്ട് തരൂ കേട്ടോ കാഞ്ചനെ. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെ അകത്ത് കിടക്കും? എൻ്റെ അയ്യോ എന്ന് പറഞ്ഞു. ഏന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അകത്ത് കയറണ്ടേ? ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ രണ്ടുപേരും പുറത്ത് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ മീനുവിനെയാണ്. അപ്പോൾ മീനു ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചു. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അർജുൻ അങ്ങോട്ടേക്ക് വരുന്നത്. അർജുൻ വന്നിട്ട് മരുന്നൊക്കെ വെക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അടുത്ത് വന്ന് നിന്നു. മീനു എന്ന് വിളിച്ചു. അല്ല, ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു. കഴിച്ചു എന്ന് പറഞ്ഞു. അല്ല, ടാബ്ലറ്റ്സ് കഴിച്ചോ? മെഡിസിനും കഴിച്ചു എന്ന് പറഞ്ഞു. മരുന്ന് വെക്കണ്ടേ? മരുന്ന് വെക്കാനായിട്ട് തുടങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ മരുന്ന് വെക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞു കേട്ടോ. അതെ, സോറി കേട്ടോ മീനു എന്ന് പറഞ്ഞു. തന്നോട് ഞാൻ ക്ഷമ ചോദിക്കാം. തനിക്ക് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് അമ്മയും ചേച്ചിയും പറയണമെന്ന് എനിക്കറിയാം. എനിക്ക് അവരെ തടഞ്ഞു നിർത്താൻ കഴിയണില്ല. അതെ, നീ എന്നോട് ക്ഷമിക്കണം മീനു എന്ന് പറഞ്ഞു. അത് സാരമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ എതിര് പറഞ്ഞാൽ അമ്മയുടെ ദേഷ്യം കൂടുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത്. പിന്നെ എന്ത് പറഞ്ഞാൽ നിന്നെ സമാധാനിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല മീനു. എങ്ങനെയാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് നിൻ്റെ കാര്യം ഓർത്തിട്ട് നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞു. സാരമില്ല, അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, നീ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയും ചേച്ചിയും പറയണതൊക്കെ നിന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. ആദ്യമൊക്കെ എനിക്ക് അവർ പറയുന്നത് കേൾക്കുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പതിയെ അതൊക്കെ ഒരു ശീലമായി തുടങ്ങി. ഇപ്പം അതൊരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞു. രാത്രിയും പകലും കടന്നു പോകുന്നത് പോലെയാണ് അവരുടെ സംസാരവും ഒരു ശീലമായി തുടങ്ങി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കറിയാം നിനക്ക് അതിന് ഒരുപാട് വിഷമമുണ്ടെന്ന്. നീ കരയുന്നതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞു.
അതെ, ഡോക്ടർ മുറിവി മരുന്ന് വയ്ക്കുമ്പോൾ നമുക്കൊരു നീറ്റിലുണ്ടാവില്ലേ? അതെ, അതത്രയേ ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാ ഇത് ഞാനും ഇപ്പോൾ കരുതുന്നുള്ളൂ. ആദ്യം ആ ഒരു നീറ്റിൽ, പിന്നീട് അതങ്ങ് മാറും. ആദ്യം കരച്ചിൽ വരും, അതാ പ്രശ്നം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ ശീലമായി, എനിക്ക് കുഴപ്പമില്ലാന്ന്. പിന്നെ അടി വാങ്ങി മരവിച്ച് പോവാറില്ലേ എന്ന് പറഞ്ഞ പോലെ പിന്നടിച്ചാൽ വേദനിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാ സത്യം. എൻ്റെ മനസ്സും ഇതൊക്കെ കേട്ട് മരവിച്ചു പോയി അർജുൻ. അതുകൊണ്ട് വേദനയൊന്നും അധികം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അർജുൻ നിസ്സഹായനായിട്ട് ഇങ്ങനെ നിൽക്കുക. ഞാൻ മരുന്ന് വെച്ച് തുടങ്ങട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മരുന്ന് വെക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഭയങ്കര വേദന. എന്നാൽ ഞാൻ സഹായിക്കാം മീനു എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം തന്നെ അർജുൻ വന്നു. അർജുൻ ഇങ്ങനെ മരുന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജാനൂട്ടി മുത്തശ്ശനെ വിളിച്ചുകൊണ്ടെന്ന് കാണിക്കുക. മുത്തശ്ശ ദേ ഇങ്ങ് നോക്കിക്കേ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് മുത്തശ്ശ? കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ മുത്തശ്ശന് ഭയങ്കര സന്തോഷമായി, ജാനൂട്ടിക്ക് സന്തോഷമായി. അപ്പം മരുന്നൊക്കെ വച്ചു, എല്ലാം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇവർ രണ്ടുപേരും സന്തോഷം നിൽക്കുക. കുറച്ച് സമയം നീറ്റിൽ കാണും, അത് കഴിഞ്ഞ് മാറിക്കോളും, പിന്നെ ശരിയായിക്കോളും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നമുക്ക് കിടക്കാം, ഞാൻ താങ്ക്സ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ആഹാ, വീണ്ടും താങ്ക്സ്. എൻ്റെ പൊന്നെടോ, ഇപ്പോൾ മനസ്സിൻ്റെ മുറിവിനും മരുന്ന് വയ്ക്കാനായിട്ട് എനിക്ക് കഴിയില്ലല്ലോ. ഇപ്പോൾ പുറമേയുള്ള മുറിവിനല്ലേ മരുന്ന് വയ്ക്കുള്ളൂ. ഈ മുറിവിലെങ്കിലും മരുന്ന് വെക്കാൻ കഴിഞ്ഞല്ലോ, ഒരാശ്വാസമുണ്ട് എന്ന് പറഞ്ഞു. ഗുഡ് നൈറ്റ്, എന്നാൽ പിന്നൊക്കെ താൻ കിടന്നോ. അപ്പോൾ ഇതേ റൂമിൻ്റെ വാതിലടയ്ക്കാൻ പോയപ്പോൾ ജാനൂട്ടി മുത്തശ്ശനവിടെ നിൽക്കുക. അല്ല, എന്താ ഇവിടെ? സൂപ്പറായിട്ടുണ്ട് എന്ന് പറഞ്ഞു. പൊളിച്ചു, എന്നാൽ വാതിലടച്ചോ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും അതുപോലെ തന്നെ ജാനൂട്ടി അങ്ങ് പോയി കേട്ടോ. പിന്നെ കാണുന്നത് അമലിനെയാണ്. അപ്പോൾ അമൽ അടുത്ത കണക്കൂട്ടലിനാണ്. ഞാൻ ഒരിക്കൽ കൂടി അഖിലയെ വിളിക്കും, എന്നിട്ട് എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിൽ ആ വീഡിയോ ഉണ്ടെന്ന് ഞാൻ പറയും. അവളത് വിശ്വസിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ രാത്രി ഇനി രണ്ടിലൊന്ന് തീരുമാനിക്കും ഞാൻ എന്ന് പറഞ്ഞാൽ ഇവനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കൂടെ ഇവരുടെ ഗ്യാങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ എടുത്തിട്ട് നേരെ അഖിലയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ അഖില നല്ല ഉറക്കത്തിലാട്ടോ. അപ്പോൾ മാലു അങ്ങോട്ടേക്ക് വരുവാണ്. ഈ ഫോണിൻ്റെ ബെല്ലടി കേട്ടാണ് വരുന്നത് കേട്ടോ. ഇവിടെ എന്തൊരു ഉറക്കമായി ഉറങ്ങണത്, ഇവിടെ ഫോൺ ബെല്ലടിക്കണമെന്നും അറിയുന്നില്ലേ? എന്ത് കഷ്ടം നോക്ക്, ഇത്ര ഉറക്കം ഇവളുടെ എന്ന് ചോദിച്ചു. ആരാ ഇവളെ ഈ രാത്രി വിളിക്കണത്? അപ്പം മാലുവിനൊരു സംശയം. അപ്പം മാലു നേരെ ചെന്ന് ഫോൺ എടുത്തിട്ട് ഒന്നും മിണ്ടിയില്ല കേട്ടോ. ഹലോ എന്നോ ഒന്നും വെച്ചില്ല, ചെവി വെച്ചോ. എടിയാകിലേ, ഒരിക്കൽ നിൻ്റെ ചേച്ചിയുടെ കെട്ടിയോൻ നിൻ്റെ കൂട്ടിനെ നിന്ന് രക്ഷിക്കാൻ നിന്നു എന്ന് കരുതി നീ രക്ഷപ്പെട്ടു എന്നൊന്നും നീ കരുതണ്ടടി എന്ന് പറഞ്ഞു. അവൾ കൂടെ ഉണ്ടാവുന്നു എന്ന ധൈര്യത്തിൽ നീ അഹങ്കാരം കാണിക്കുന്നതെങ്കിൽ അത് നിനക്ക് വേണ്ട കേട്ടോ, അത് നിനക്ക് നല്ലതിനല്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ വിചാരിച്ചാലൊന്നും നിന്നെ ഇനി രക്ഷിക്കാൻ കഴിയില്ലടി. നീ ഇപ്പം സന്തോഷത്തോടെ ഇരിക്കുമായിരിക്കും. അതെ, നിന്റെ സന്തോഷം ഇനി ഏതാനും നിമിഷം കൂടി മാത്രമേ ഉള്ളൂ. മാലുവിനൊന്നും മനസ്സിലായില്ല, ഇതെന്താ ഇവൻ ഇങ്ങനെ പറയുന്നത് എന്നാ. ഞാൻ നിൻ്റെ വീഡിയോ പുറത്ത് വിടുന്നത് വരെ മാത്രമേ നീ സന്തോഷത്തോടെ കാണൂ എന്ന് പറഞ്ഞു. അപ്പം ഞെട്ടിത്തെറിച്ചു പോയി കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. എന്നിട്ട് ഇവൻ അട്ടഹസിച്ച് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പം മാലു വളരെ രമ്യതയോടെ മിണ്ടാതെ തന്നെ നിന്നു കേട്ടോ. അവൻ പറയുന്ന കേൾക്കാനായിട്ട്. എൻ്റെ കയ്യിൽ നിൻ്റെ ഇതൊന്നുമില്ല എന്ന ധൈര്യത്തിലാണല്ലോ നീ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചത്. എങ്കിൽ നീ കേട്ടോ, എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ സുഹൃത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവനത് അയച്ചെനിക്ക് തരികയും ചെയ്തു. അവന് ഞാൻ മുമ്പ് കൊടുത്തിരുന്നതാ, പക്ഷേ അവനതെനിക്ക് ഇപ്പോൾ ഉപകാരപ്പെട്ടു. അവൻ ഡിലീറ്റ് ചെയ്തില്ല, അവൻ എനിക്ക് തിരിച്ചയച്ചു തന്നടി. നീ എന്താ കരുതിയത്? ഇനി നീ കേട്ടോ, ഞാൻ വിളിക്കുന്നിടത്ത് നീ പറയുന്ന സമയത്ത് വന്നിരിക്കണം, അല്ലെങ്കിൽ അത് മൊത്തം ലോകം മുഴുവൻ കാണൂടി എന്ന് പറഞ്ഞു. അപ്പം മാലു ആകെ ഞെട്ടിപ്പോയിട്ടോ. ഒരേ ഒരു പ്രാവശ്യം നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നാൽ മതി എന്ന് ഞാൻ അന്ന് തന്നെ നിന്നോട് പറഞ്ഞതാ. പക്ഷേ നീ അതിബുദ്ധി കാണിച്ചു, നീ എന്നെ പറ്റിച്ചു. എങ്കിൽ നീ കേട്ടോ, നിനക്ക് ഞാൻ ഒരവസരം കൂടി തരിക. നീ വന്നില്ല എങ്കിൽ അത് ഞാൻ പുറത്ത് വിട്ടിരിക്കും. നീ കാത്തിരുന്നോ. അപമാന ഭാരത്താൽ പിന്നെ കുടുംബത്തോടെ എല്ലാവരും ഇല്ലാതാവേണ്ടി വരും എന്ന് പറഞ്ഞ് ചിരിച്ചു. ഡാ നായേ, ആരടാ നീ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ ഞെട്ടിപ്പോയിട്ടോ. അപ്പോൾ അഖില അല്ല എന്നവന് മനസ്സിലായി. എന്തിനാടാ നീ ഞങ്ങളെ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നത്? ആരടാ നീ എന്ന് ചോദിച്ചു. അപ്പോൾ വേഗം തന്നെ അമൽ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. എന്താ അളിയാ എന്ന് ചോദിച്ചാൽ ഇവന്മാരിങ്ങനെ കൂടെ നിൽപ്പുണ്ട്, ഇവന്മാരുടെ ശിങ്കിടികൾ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഷോ ആകെ പെട്ടു എന്നാ തോന്നുന്നത്. എന്താടാ
കാര്യം പറ എന്ന് പറഞ്ഞു. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. ഞാൻ ഇത്രയും നേരം അഖില എന്ന് കരുതി സംസാരിച്ചുകൊണ്ടിരുന്നത് മാമിയോടാ എന്ന് പറഞ്ഞു. ഷു, എൻ്റെ പൊന്നോ, എടാ അവർക്ക് നിന്നെ മനസ്സിലായി കാണുമോ? ഞാനെന്താണെങ്കിലും ശബ്ദം മാറ്റിയില്ലേ സംസാരിച്ചത്, മനസ്സിലായൊന്നും കാണില്ലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും അറിഞ്ഞില്ലേ, ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോവാ, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അറിയില്ല. എന്താവിടെ ഇനി കാര്യം? അറിയില്ല, അത് കണ്ടു തന്നെ അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട മാലു ആകെ ദേഷ്യത്തിൽ അഖില എണീക്കിടി എന്ന് പറഞ്ഞു. അവളെ വിളിക്കണം. എന്താ അമ്മേ, ഞാൻ ഇച്ചിരി നേരം ഉറങ്ങട്ടെ, അമ്മ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് പോ എന്ന് പറഞ്ഞു. നിന്നോടല്ലേ എണീക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു. 2 പിച്ചൊക്കെ കൊടുത്തു. അതെ, നിൻ്റെ ഇതേടി ആരടി ഇവൻ എന്തിനടി നിൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്ന് ചോദിച്ചു. നിൻ്റെ എന്തോ വീഡിയോ കൈവശം ഉണ്ടെന്നോ ആ വീഡിയോയിൽ കാണിക്കുമെന്നോ, നീ വീഡിയോ അവൻ പറയുന്നിടത്ത് ചെന്നില്ലെങ്കിൽ പുറത്തു വിടുമെന്നൊക്കെ പറയുന്ന അവൻ ആരാണെന്നാണ് ചോദിച്ചത്. അഖില ഞെട്ടിത്തെറിച്ച് എണീറ്റു. വേഗം എൻ്റെ ഫോൺ എന്തിനാണ് നിങ്ങളെടുത്ത് എന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറ. ഫോൺ വാങ്ങിത്തരാൻ ഞങ്ങൾ വേണം, ആ ഫോൺ ഞങ്ങൾക്ക് എടുത്തൂടെ? പറയടി, എന്താ കള്ളക്കളി എന്ന് ചോദിച്ചു. ആരാ അവൻ? സത്യം പറഞ്ഞോ, എന്താ അമ്മയും മോളും എന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. അമ്മേ, ഇവളുടെ ഫോണിലേക്ക് ഒരുത്തം വിളിച്ചിട്ട് അവൻ പറയുന്നിടത്ത് ചെന്നില്ല എങ്കിൽ ഇവളുടെ എന്തൊക്കെയോ പുറത്ത് വിടുമെന്നൊക്കെയാണ് പറയണത്. ഞാൻ വഴക്ക് പറഞ്ഞപ്പം അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ ആരാണെന്ന് ചോദിച്ചിട്ട് ഇവള് പറയുന്നുമില്ല. എൻ്റെ ഈശ്വര, പറയടി, ആരാന്ന് പറയടി എന്ന് പറഞ്ഞുകൊണ്ട് അഖിലയെ ഊടുപാട് തല്ലി കേട്ടോ. അപ്പോഴത്തേനും പറയണം, വീട് മാലു, നീ ഒന്ന് മാറ. എന്താ മോളെ, എന്താ സംഭവിച്ചത്? ഞാൻ ഞങ്ങളോടെങ്ങനെ തുറന്നു പറ. എനിക്കറിയില്ല മുത്തശ്ശി എന്ന് പറഞ്ഞു. പിന്നെ എന്താ മോളെ സംഭവിച്ചത്? മുന്നേ തുടങ്ങിയതാ ഫോൺ ചെയ്ത് എന്നെ ഭീഷണിപ്പെടുത്താനായിട്ട്. അപ്പം നടന്ന കാര്യങ്ങളെല്ലാം അഖില ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ അർജുനോട് കാര്യങ്ങൾ പറഞ്ഞതും അർജുൻ അവിടെ ചെന്ന് അവനുമായിട്ട് അടിയുണ്ടായ കാര്യങ്ങളും എല്ലാം. നീ എന്തിനാ ഞങ്ങളോടിത് മറച്ചു വെച്ചത്? നിനക്ക് ഇത് ആദ്യമേ തന്നെ ഞങ്ങളോടൊന്ന് പറയായിരുന്നില്ലേ നിനക്ക് എന്ന് ചോദിച്ചു. ഇത് നീ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നിൻ്റെ അച്ഛൻ അവനെ പിടികൂടുമായിരുന്നോ, അവനെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യായിരുന്നോ? ഇത്രയും കാലം നീ ഇങ്ങനെ തീ തിന്നേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ മോളെ എന്ന് ചോദിച്ചു. അതെ, അച്ഛനോടും അമ്മയോടും പറയാതിരുന്നതാ. പക്ഷേങ്കിൽ മറ്റാരോടെങ്കിലും പറയാനിരുന്ന ഇത് പുറത്തു വിടുമെന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ടാ ഞാൻ പറയാതിരുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ എവിടുന്നാ അങ്ങനെ ഇങ്ങനെ ഒരെണ്ണം കിട്ടിയത്? എനിക്കറിയില്ലമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് അഖില കരയാണ് കേട്ടോ. ഒടുക്ക രക്ഷയില്ലാതായപ്പോഴാണ് ഞാൻ അർജുനേട്ടനോട് ഇക്കാര്യം സംസാരിച്ചത്. പക്ഷേങ്കിൽ അയാൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല എങ്കിലും പക്ഷേ ആ വീഡിയോ അത് നശിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി അർജുനേട്ടൻ മറ്റാരോടും ഇതൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുകയില്ല. നിങ്ങളും ഇതാരോടും പറയരുത്, അച്ഛനെ അറിയിക്കരുത് എന്ന് പറഞ്ഞു. മോളെ, അപ്പോൾ പിന്നെ അവൻ പറഞ്ഞല്ലോ അവൻ്റെ കയ്യിൽ മറ്റാരൊക്കെ അയച്ചു കൊടുത്തിരുന്നെന്നോ അവൻ്റെ സുഹൃത്ത് തിരിച്ചയച്ചു കൊടുത്തു എന്നോ ഒക്കെ പറഞ്ഞല്ലോ. അത് കള്ളത്തരം അമ്മേ, അവൻ ചുമ്മാ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നതാ. അതുണ്ടായിരുന്നെങ്കിൽ അവന് എന്നോടുള്ള ദേഷ്യത്തിന് പുറത്തു വിട്ടേനെ. ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യണ്ടമ്മേ, തൽക്കാലം ഇത് മറ്റാരെയും ഒന്നും അറിയിക്കാതിരുന്നാൽ മാത്രം മതി. അവനെ വെറുതെ വിടരുത് മോളെ, പോലീസിൽ അറിയിക്കണം എന്ന് പറഞ്ഞു മുത്തശ്ശി. വേണ്ട മുത്തശ്ശി, ആരെ അറിയിക്കല്ലേ, പത്രത്തിലും ടി വിയിലും ഒക്കെ വാർത്ത വന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് പറഞ്ഞു. ഈശ്വര, ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക? ദയവ് ചെയ്ത് ഇത് നിങ്ങൾ ആരോട് പറയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അഖില കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി കേട്ടോ. അമ്മേ, നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ അവർക്കും ആകെ സങ്കടമായി. പിന്നെ കാണും നമ്മുടെ മീനുവിനെയാണ്. അപ്പോൾ മീനു നല്ല ഉറക്കത്തിലാണ്, അപ്പോൾ അർജുനും ഉറക്കത്തിലാട്ടോ. ഈ സമയത്താണ് കറണ്ട് പോകുന്നത്. അപ്പം മീനു ആകെ മൂളുകയും ചരങ്ങൊക്കെ ചെയ്തു. ഓഹോ, വേദന. അപ്പോൾ അർജുൻ പതുക്കെ എഴുന്നേറ്റിട്ട് മീനു എന്തു പറ്റി എന്ന് ചോദിച്ചു. അല്ല, എന്തു പറ്റി മീനു? എന്താണെന്നറിയില്ല, നമ്മുടെ കറണ്ട് പോയില്ലേ, അപ്പോഴേ നീറ്റിൽ സഹിക്കാൻ പറ്റുന്നില്ല, അതാ, പിന്നെ വിയർക്കുന്നത് കൊണ്ടാ എന്ന് പറഞ്ഞു. എന്താ ഇപ്പം ചെയ്യേണ്ടതെന്നറിയില്ല, സഹിക്കാൻ വരണില്ല, നിൽക്കുക, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് അപ്പുറത്ത് പോയി നമ്മുടെ അർജുൻ ഒരു വിശറിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് മീനുവിന് ഇങ്ങനെ വീശി കൊടുക്കുക കേട്ടോ. അപ്പോഴത്തേലും കറണ്ടും വന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. മതിയോ? അപ്പോൾ മീനു വേഗം തന്നെ പുതച്ച് അങ്ങ് കിടന്നു കേട്ടോ. അപ്പോൾ അർജുനും താഴെ കിടന്നു. ഭയങ്കര സന്തോഷത്തിൽ അവരിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.